പരിശുദ്ധമായ റമദാനു ഷരീഫിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ ആദ്യത്തെ 10 ദിവസം അള്ളാഹുവിനോട് നാം ചോദിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, നിന്റെ കാരുണ്യം നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കാൻ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ കമന്റിലൊന്ന് എഴുതി വിടണം. കാരണം ആരൊക്കെയാണ് അൽഹംദുലില്ലാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനു ഷരീഫിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ ആദ്യത്തെ 10 ദിവസം റമദാൻ 1-ാം രാവ് മുതൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാൻ തുടങ്ങിയതാണ് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഈ ഒരു പ്രാർത്ഥനയാണ് ആദ്യത്തെ 10 ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചത്. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുവേ, എനിക്ക് നിന്റെ കാരുണ്യം നൽകണേ, കാരുണ്യവാനായ റബ്ബേ, നിന്റെ കരുണ ഞങ്ങൾക്ക് നൽകണേ എന്നാണല്ലോ ഈ പ്രാർത്ഥനയുടെ അർത്ഥം. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ നമ്മളെ ജീവിതത്തിൽ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ 10 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പഠിക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹിന്റെ കാരുണ്യം ലഭിക്കാൻ നാം ചെയ്യേണ്ട 1-ാമത്തെ കാര്യം അള്ളാഹു കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ നാം കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അള്ളാഹുവിനെ അറിയാത്തതായി ഒന്നുമില്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളെ ഖൽബിൽ എന്താണുള്ളത് എന്ന് പടച്ച തമ്പുരാൻ അറിയാം. ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? ആര് കാണാൻ വേണ്ടിയാണ് നീ നിസ്കരിക്കുന്നത്, ഖുർആൻ ഓതുന്നത് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിലേ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ അല്ല കാണാൻ വേണ്ടി ഖുർആൻ ഓതുക, അയൽവാസികൾ കാണാനല്ല, കുടുംബക്കാര് കാണാനല്ല, നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ഉറപ്പായും ലഭിക്കും. അപ്പൊ 1-ാമത്തെ കാര്യം അതാണ്. 2-ാമത്തെ കാര്യം പരസ്പരം കരുണ ചെയ്യുക. അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് കരുണ ചെയ്യുക. അള്ളാഹിന്റെ സൃഷ്ടികൾക്ക് കരുണ ചെയ്താലേ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കുള്ളൂ. മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്കൊക്കെ നമ്മൾ കാരുണ്യം ചെയ്യണം. മഹാനായ നബിതങ്ങൾ പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർളി ജമീഅ, നിങ്ങൾ ഭൂമിയുള്ളവർക്ക് മുഴുവനും കരുണ ചെയ്യണേ. മൃഗങ്ങൾക്ക്, സസ്യങ്ങൾക്ക്, മനുഷ്യർക്ക് മുഴുവനും നിങ്ങൾ കരുണ ചെയ്യണം. എന്നാൽ യർഹമുക്കും മൻ ഫിസ് സമാ, എന്നാലേ നിങ്ങൾക്ക് അള്ളാഹു കരുണ ചെയ്യുകയുള്ളൂ. നമ്മൾ മക്കളോട് കാരുണ്യം കാണിക്കൂല, മൃഗങ്ങളോട് കാരുണ്യം കാണിക്കൂല, വീട്ടിലുള്ള പശുക്കളോട് കാരുണ്യം കാണിക്കൂല, ആടുകളോട് കാരുണ്യം കാണിക്കൂല, അതുപോലെ തന്നെ അയൽവാസികളോട് കാരുണ്യം കാണിക്കൂല. ചെറിയ ചെറിയ നിസാര കാര്യത്തിന് വേണ്ടി അയൽവാസിയുടെ വീട്ടിലേക്ക് കല്ലെറിയുന്ന ആളുകളുണ്ട്. ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഭാര്യയുടെ മുഖത്തടിക്കുന്ന ആളുകളുണ്ട്, ഭാര്യയെ തെറി വിളിക്കുന്ന ആളുകളുണ്ട്, ഭാര്യയുടെ ഉമ്മയെയും ഉപ്പയെയും ചീത്ത പറയുന്ന ആളുകളുണ്ട്. തിരിച്ചു അങ്ങനെ തന്നെ നിസാരമായ കാര്യത്തിന് ഭർത്താവിന്റെ ഉമ്മയെ കുറ്റം പറയുന്ന, ഭർത്താവിന്റെ ഉമ്മയെ ചീത്ത പറയുന്ന എത്ര ഭാര്യമാരുണ്ട്. നിസാര കാര്യത്തിന് വേണ്ടി പരസ്പരം കാരുണ്യമില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ പരസ്പരം കരുണ ചെയ്യാതെ അള്ളാഹു നമ്മൾക്ക് കരുണ ചെയ്യുകയില്ല. അതാണ് മുത്തുനബി പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുള്ളവർക്ക് മുഴുവനും കരുണ ചെയ്താൽ നിങ്ങൾക്ക് ജഗന്നിയന്താവായ അള്ളാഹു കരുണ ചെയ്യും. അതാണ് 2-ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ. 3-ാമത്തെ കാര്യം ശരിക്ക് ശ്രദ്ധിച്ചോളൂ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും വഴിപ്പെടുക എന്നുള്ളതാണ്. ഇത് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, നിങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പെടണം, അതുപോലെ റസൂലിനും വഴിപ്പെടണം. അള്ളാഹുവിന് വഴിപ്പെടണം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഖുർആൻ ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പറ്റൂല. ഖുർആൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ചെയ്യണം. അപ്പോഴേ അള്ളാഹ്ക്ക് വഴിപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ.
അതുപോലെ മുത്തുനബി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകള്, സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാലേ റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ റസൂലുള്ളാഹിക്കും അള്ളാഹുവിനും വഴിപ്പെട്ടാലേ അള്ളാഹിന്റെ കാരുണ്യം ലഭിക്കൂ. അല്ലാതെ നമ്മൾ ഇങ്ങനെ കടന്നിട്ട് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് കരഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ? നമ്മളെ ഖൽബിൽ ഈമാൻ ഇല്ല. കൽബിന് മനസ്സിൽ അല്പം പോലും കാരുണ്യമില്ലാത്ത, കരുണയില്ലാത്ത നമ്മൾക്ക് എങ്ങനെയാണ് അള്ളാഹു കരുണ ചെയ്യുക? അള്ളാഹു കരുണ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നാലാമത്തെ കാര്യം അടിവരയിട്ട് മനസ്സിലാക്കിക്കോ, നിസ്കാരം നിലനിർത്തലാണ്. എവിടെയും നിസ്കാരമുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതം നിസ്കാരമാവണം. നിസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, കാവലുണ്ട്, ഭക്ഷണത്തിൽ വിശാലത ഉണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയില്ല, സ്വർഗം ലഭിക്കും. അതുകൊണ്ട് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നിസ്കരിക്കാനുള്ള മനസ്സ് നമ്മൾക്ക്, നമ്മളെ മക്കൾ, കുടുംബങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ. നിസ്കരിക്കാതിരുന്നാൽ നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുമെന്നുള്ളതിൽ മുസ്ലിമേ, മുഅ്മിനേ, സത്യവിശ്വാസി യാതൊരുവിധ സംശയവുമില്ല. മക്കൾക്കൊക്കെ നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. കുടുംബക്കാർക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നിസ്കരിക്കാനുള്ള മടികളെ തൊട്ട് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. അഞ്ചാമത്തെ കാര്യം സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. പല ആളുകൾക്കും സമ്പത്തിന്റെ വിഷയം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈമാനില്ല, ഇസ്ലാം ഒന്നുമില്ല. നിസ്കാരമുണ്ട്, ഖുർആനൊക്കെ ഉണ്ട്, പക്ഷെ സക്കാത്ത് കൊടുക്കൂല. അത് വല്ലാത്ത മോശമാണ്. ഈമാൻ കാര്യം 5ആണ്. അതിൽ ഒന്നെണ്ണിയത് സക്കാത്താണ്. അപ്പൊ നിസ്കാരവും നോമ്പൊക്കെ ഉണ്ട്, സക്കാത്ത് കൊടുത്തില്ലെങ്കിലോ അള്ളാന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കൂല. സക്കാത്ത് കണക്കനുസരിച്ച് കൃത്യമായി കൊടുക്കണം. അത് പാവപ്പെട്ടവരുടെ അവകാശമാണ്. നിനക്ക് സമ്പത്ത് തന്നതാരാ? അള്ളയാണ്. അത് തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് ഒരു സെക്കൻഡ് പോലും വേണ്ട എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സക്കാത്ത് കൊടുക്കാതെ, സ്വതക്ക കൊടുക്കാതെ, സ്വതക്കയും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, പാവങ്ങളെ സഹായിക്കാതെ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്നുള്ള ചിന്ത നിനക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹു സ്വതക്ക ചെയ്യാനും സക്കാത്ത് കൊടുക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അഞ്ചാമത്തെ കാര്യം ഖിറാഅത്തുൽ ഖുർആനാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടണം. റമദാൻ ഷരീഫാണ്, ധാരാളം ഖുർആൻ ഓതുക. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ. ആറാമത്തെ കാര്യം തൗബ ചെയ്യുക. നമ്മൾ തെറ്റ് ചെയ്യും. നമ്മൾ മലക്കുകളോ അമ്പിയാക്കളൊന്നും അല്ല. മലക്കുകളാണെങ്കിൽ അവർ തെറ്റ് ചെയ്യൂല, അമ്പിയാക്കളും തെറ്റ് ചെയ്യൂല. നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാരല്ലേ, തെറ്റുകളും കുറ്റങ്ങളൊക്കെ വരും. അങ്ങനെ സംഭവിച്ചാൽ തൗബ ചെയ്യുക, കരഞ്ഞല്ലാനോട് പറയാ, അസ്തഗ്ഫിറുള്ള പറയാ, അവനിക്ക് അല്ലാഹുവിന്റെ പ്രത്യേക കാരുണ്യം ലഭിക്കും. ഏഴാമത്തെ കാര്യം ക്ഷമിക്കുക. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. ഇത് ദുനിയാവാണ്. ഇവിടെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, കടങ്ങൾ ഉണ്ടാകും, മരണങ്ങൾ ഉണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകും. അതിന്റെ മേൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ നീ ഈമാന്റെ പകുതിയിലാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ കാരുണ്യം നിനക്ക് പ്രത്യേകം ലഭിക്കും. ഏറ്റവും വലിയ കാരുണ്യം എന്താണ്? അൽ ജന്ന, അത് സ്വർഗമാണ്. സ്വർഗം ലഭിക്കും. അതാണ് ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത്. ദുനിയാവിലും അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. എല്ലാ കാര്യത്തിന്റെ മേലിലും ക്ഷമ നിലനിർത്തി കഴിഞ്ഞാൽ. എട്ടാമത്തെ കാര്യം രോഗികളെ സന്ദർശിക്കുക. ഇത് മുത്തുനബിയുടെ ഒരു സ്വഭാവമായിരുന്നു. അയൽവാസി രോഗം ഉണ്ടെന്ന് അറിഞ്ഞാൽ, രോഗം ഇല്ലാതിരിക്കട്ടെ, ഞങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞാൽ പോയി സന്ദർശിക്കുക, അവനെ സമാധാനിപ്പിക്കുക. കുടുംബക്കാർക്ക് ആർക്കെങ്കിലും രോഗമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുക, സംസാരിക്കുക, സംസാരിച്ച് വെറുപ്പിക്കരുത്, അവനെ സമാധാനിപ്പിക്കുക, വേഗം തിരിച്ചു പോരുക. അങ്ങനത്തെ രോഗികളെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുക. എനിക്ക് കൊണ്ടല്ല, എന്റെ കാര്യം ശരിയാക്കി കൊണ്ടല്ല, എന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ റബ്ബേ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം എന്റെ കുടുംബക്കാർക്ക് നീ പൊറുക്കണേ അല്ല, കുടുംബക്കാർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ല, മുഅ്മിനീങ്ങളെ കാക്കണേ അല്ല, കൂട്ടുകാർക്ക് സംരക്ഷണം നൽകണേ അല്ല, നാട്ടിലുള്ളവർക്ക് സംരക്ഷണം നൽകണേ അല്ല. അങ്ങനെ മറ്റുള്ളവർക്ക് കൂടെ നമ്മൾ ദുആ ചെയ്താൽ പ്രത്യേകം നമ്മളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ. പത്താമത്തെ കാര്യം കച്ചവടത്തിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ അല്പം കടം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ അവൻ വീട്ടിൽ നിന്ന് ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടാവൂല, അപ്പൊ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ സാധനത്തിന്റെ വിലയിലൊക്കെ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ കാരുണ്യം ഉണ്ടാകും. നിന്റെ കച്ചവടത്തിൽ വലിയ ബറക്കത്തുണ്ടാകും, വലിയ ലാഭം കൊയ്യാൻ നിനക്ക് കഴിയുമെന്നുള്ളതാണ്. അല്ലാഹുവേ, ഈ പറഞ്ഞ 10 കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.